വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. പുലിക്കളി നടത്തുന്നില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്ന് പുലിക്കളി സംഘങ്ങൾ. പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. പഞ്ചായത്ത് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും തമ്മിലാണ് സംഘർഷമുണ്ടായത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിൽ നിഷേധം സംബന്ധിച്ച് പരാതി അറിയിക്കുവാൻ എത്തിയപ്പോഴായിരുന്നു തർക്കം. ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന 124 കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരമാണ് ഏറ്റെടുത്തത്. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയ്ക്കകം പണികൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ കരാറുകാർക്ക് നിർദ്ദേശം നൽകി. ചെറുതുരുത്തി കൊറ്റമ്പത്തൂരിൽ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂരിൽ ബെഡ് ഹീറ്ററിൽ നിന്നും തീ പടർന്ന് കിടപ്പുമുറിയിലേക്ക് തീപിടിച്ചു. 3 കിടക്കുകളും എസിയും കത്തിനശിച്ചു. ആളപായമില്ല. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്ന പാലിയേക്കര ടോൾ പ്ലാസ മാനേജിംഗ് ഡയറക്ടർക്കും ദേശീയപാത അതോറിറ്റി പദ്ധതി നിർവഹണ വിഭാഗത്തിനും വാറണ്ട് അയക്കാൻ നിർദ്ദേശം. പണികൾ പൂർത്തിയാക്കാത്ത റോഡിൽ യാത്ര ചെയ്തതിന് ടോൾ നൽകേണ്ടി വന്നുവെന്ന് കാണിച്ച് ഫയൽ ചെയ്ത ഹർജിയിലാണ് നടപടി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. പുലിക്കളി നടത്തുന്നില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്ന് പുലിക്കളി സംഘങ്ങൾ. പുലിക്കളി റദ്ദാക്കിയതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെയാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. പുലിക്കളിക്കായി പല സംഘങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പുലിമുഖങ്ങളുടെ നിർമ്മാണവും പുലികളുടെ വസ്ത്രങ്ങളുടെ നിർമ്മാണവും കഴിഞ്ഞു. ടേബിളോ തുടങ്ങിയ മറ്റിനങ്ങൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പുലിക്കളിയുമായി മുന്നോട്ടുപോയ പുലിക്കളി സംഘങ്ങൾ കടം വാങ്ങി പുലിവേഷക്കാർ, പുലിവേഷം വരയ്ക്കുന്ന മെയ്യെഴുത്ത് ആർട്ടിസ്റ്റുകൾ, ടേബ്ലോ, പുലിക്കളി മേളം എന്നിവയ്ക്ക് അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നെട്ടോട്ടത്തിലാണ് പുലിക്കളി സംഘങ്ങൾ. ഇത് ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ്. ഈ വർഷത്തെ പുലിക്കളി കഴിഞ്ഞ് അടുത്ത വർഷം വരെയുള്ള നമ്മുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഘങ്ങളും പല വിധത്തിൽ. കാരണം നമ്മളൊരു ടേബിളോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം 2.5-3 ലക്ഷം രൂപ ചിലവാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1/4 ഭാഗം പണി കഴിഞ്ഞെടുക്കുക. ഒരു 10-25-30 അടി വലിപ്പമുള്ള ഓരോ ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കേടുവന്ന് പോവും. അതുപോലെ തന്നെ നമ്മൾ പുലികൾ സാധാരണക്കാരൊക്കെയാണ് നമ്മൾ പുലിവേഷം കെട്ടി വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്ത അഡ്വാൻസ് തുകയൊന്നും നമുക്ക് തിരിച്ച് കിട്ടില്ല. കാരണം അതൊക്കെ അതാത് ദിവസം തന്നെ ചിലവായി പോയിക്കണം. വരക്കാർക്ക് കൊടുത്തത്, പെയിൻറ്റ് വാങ്ങി വെച്ചത്, ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് നമ്മുടെ ഈ ദുരന്തത്തിന് ശേഷമാണ്. അന്നേരമെങ്കിലും നമ്മുടെ അടുത്ത് 10 ദിവസം കഴിയട്ടെ നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം എന്നൊരു ഇത് പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അഡ്വാൻസുകളും കാര്യങ്ങളും കൊടുക്കുകയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ ടീമും ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വളരെ ഭീമമായൊരു നഷ്ടമാണ്. ഓരോ ടീമിനും ഒരു 4 ലക്ഷത്തിൻ്റെ മുകളിലാണ് നമുക്ക് അഡ്വാൻസിൽ പോയിരിക്കുന്നത്. ഇത്തവണ 9 ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അനുഭവപൂർണമായ സമീപനം ഉണ്ടാകണമെന്ന് പുലിക്കളി സംഘങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ആലോചിച്ച് തീരുമാനമറിയിക്കാമെന്ന് മേയർ അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം കുമ്മാട്ടി കൂട്ടായ്മ യോഗം ചേർന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കുമ്മാട്ടിക്കളി നടത്താൻ തീരുമാനിച്ചിരുന്നു. 36 കുമ്മാട്ടി കൂട്ടായ്മകളാണ് തൃശ്ശൂരിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. TCV ന്യൂസ്, തൃശ്ശൂർ. UDF ഭരണസമിതി ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്തിൽ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ പഞ്ചായത്തിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകനുമായി വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഹുസൈൻ പാറക്കിലുമായാണ് കയ്യാങ്കളി ഉണ്ടായത്. ഹുസൈന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വലിക്കുകയും പരസ്പരം മുന്തും തള്ളും ഉണ്ടാവുകയും ഇറങ്ങിപ്പോകാൻ ആക്രോശിക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ 16-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിൽ നിഷേധത്തിനെതിരെ തൊഴിലാളികൾ പഞ്ചായത്തിലെത്തി പ്രതിഷേധിക്കുന്നതിനിടയിലാണ് വാക്കേറ്റം നടന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനിൽ വെച്ച് സെക്രട്ടറിയുമായി സംസാരിക്കുന്നതിനിടയിലാണ് കയ്യാങ്കളി അരങ്ങേറിയത്. മാസങ്ങൾക്ക് മുൻപ് തൊഴിലുറപ്പ് പ്രവൃത്തികളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരനും സഹോദരന്മാരും ഉൾപ്പെട്ട അഴിമതി വിവരങ്ങൾ ഹുസൈൻ വിവരാവകാശ രേഖ വഴി പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണവും നടന്നുവരികയാണ്. അതേസമയം പഞ്ചായത്തിലെ 22 വാർഡുകളിലും തൊഴിലുറപ്പിൽ
സ്കിൽ വർക്കുകൾ നടക്കുന്നില്ലെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് KM അസീസ് പറഞ്ഞു. സമയബന്ധിതമായി കമ്മിറ്റികളും ടെൻഡറുകളും നടക്കുന്നില്ലെന്നും മറ്റു പഞ്ചായത്തുകളിൽ ടെൻഡറുകൾ പൂർത്തിയായിട്ടും പഴയന്നൂരിൽ മാത്രം ഒന്നും നടക്കാത്ത സാഹചര്യമാണുള്ളതെന്നും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും KM അസീസ് പറഞ്ഞു. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകൻ ഹുസൈനും പഞ്ചായത്ത് സെക്രട്ടറി തങ്കമണിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന 124 കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വളരുമ്പോൾ മുറിച്ചുമാറ്റുന്ന കൊമ്പുകളുടെ കഷ്ണങ്ങൾ, ചീളുകൾ, കൊഴിഞ്ഞു വീഴുന്ന പല്ലുകൾ എന്നിവയാണ് വനംവകുപ്പ് ഏറ്റെടുത്തത്. ആനത്താവളത്തിൽ ചെരിയുന്ന ആനകളുടെ കൊമ്പുകൾ വനംവകുപ്പിന്റെ സംരക്ഷണത്തിലാണ്. പല ഘട്ടങ്ങളിലായി മുറിച്ചുമാറ്റിയ കൊമ്പിന്റെ അവശിഷ്ടങ്ങൾ ദേവസ്വം ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കൊമ്പുകൾ നശിപ്പിക്കുവാനോ ഉപേക്ഷിക്കുവാനോ ദേവസ്വത്തിന് അനുവാദമില്ല. ഈ സാഹചര്യത്തിൽ ഇവ ഏറ്റെടുക്കണമെന്ന് ദേവസ്വം വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം ഗജദിനത്തിൽ വനംവകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കൊമ്പിന്റെ ഭാഗങ്ങൾ അളന്നു തിട്ടപ്പെടുത്തി മഹസർ തയ്യാറാക്കിയാണ് ഏറ്റെടുത്തത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ TN രാജേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP അനിൽകുമാർ, R രാജീവൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ NV ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഏറ്റെടുത്ത കൊമ്പുകൾ തിരുവനന്തപുരം വഴുതക്കാട് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അറ്റകുറ്റപ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രദേശം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. നിലവിൽ റോഡ് പൂർണ്ണമായും തകർന്ന ഭാഗങ്ങളിൽ GSB വിരിച്ച് നിരപ്പാക്കുന്ന പ്രവൃത്തികൾ നടത്തി. മഴ മാറി നിൽക്കുന്ന സമയങ്ങളിൽ മെറ്റൽ ഉപയോഗിച്ച് കുഴിയടയ്ക്കുന്ന പ്രവൃത്തികളും ടാറിംഗ് പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്നതിനായി 206.87 കോടി രൂപയുടെ ബാലൻസ് വർക്ക് എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 31 പ്രവൃത്തി ടെൻഡർ ചെയ്യാനാകുമെന്ന് KSTP അധികൃതർ അറിയിച്ചു. ചെറുതുരുത്തി കൊറ്റമ്പത്തൂരിൽ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ചാത്തന്നൂർ സ്വദേശി അമീൻ, പട്ടാമ്പി കൂട്ടുപാത സ്വദേശി ഹുസൈൻ എന്നിവരെയാണ് ചെറുതുരുത്തി SHO അനന്തകൃഷ്ണൻ, SI ബദറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പള്ളം കൊറ്റമ്പത്തൂരിൽ സ്വകാര്യ വ്യക്തി കോഴിഫാം നടത്താൻ വേണ്ടി വാടകയ്ക്ക് കൊടുത്ത സ്ഥലത്തെ റൂമുകളിൽ നിന്നായി 150 ചാക്കുകളിലായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പള്ളിക്കര സ്കൂളിന് സമീപം വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിരുന്ന 2 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിഫാമിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് മോൻ, ടിജോ വാഴപ്പള്ളി, CPOമാരായ രഞ്ജിത്ത്, ഗിരീഷ് തുടങ്ങിയവരും പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത സംഘത്തിലുണ്ടായിരുന്നു. ഞാൻ ഈ ഫാം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതൊരു കോഴി ഫാമിന് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ അവർ നമുക്ക് വാടകയ്ക്ക് എടുത്തു. പിന്നെ എന്താണ് നമുക്കറിയില്ല. അപ്പോൾ ഇവർ പിടിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇന്ന സാധനങ്ങളിരുന്നു. നമുക്കിതിൻ്റെ പ്രവേശനമില്ല. അവർ നമ്മളോട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. പിന്നെ അവരൊരു ഷെഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്കറിയില്ല. നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു, വാടക മേടിക്കുന്നു. കോഴിടാൻ വേണ്ടിയിട്ട് അവർ 2 ഷെഡ് വേറെ എടുത്തിട്ടുണ്ട്. ഒരു കോഴി ഇടാ എന്ന് പറഞ്ഞു, ഇതുവരെ ഇട്ടൊന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇത് പിടിച്ചപ്പോഴാണ് ഇത്രയും വലിയ ഡേഞ്ചർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുന്നത്. പുത്തൂരിൽ ബെഡ് ഹീറ്ററിൽ നിന്ന് തീ പടർന്ന് വീട്ടിലെ കിടപ്പുമുറിക്ക് തീപിടിച്ചു. മുറിയിലെ 3 കിടക്കകളും AC-യും കത്തി നശിച്ചു. തടത്തിൽ ഭാസ്കരന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. ബെഡ് ഹീറ്റർ ഓഫാക്കാതെ വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്നു. ബെഡ് ഹീറ്ററിന്റെ വയർ ഉരുകി കിടക്കയിലെ ബെഡിലേക്ക് തീ പടരുകയായിരുന്നു. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാരും തൃശൂരിൽ നിന്ന് എത്തിയ 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനയും ചേർന്നാണ് തീ അണച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ഓഫീസർ MG രാജേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രമോദ്, സുധൻ, രാകേഷ്, പ്രതീഷ്, സുധീഷ്, ആൽമ, ആൻമരിയ, വിജയൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്ന പാലിയേക്കര ടോൾ പ്ലാസ മാനേജിംഗ് ഡയറക്ടർക്കും ദേശീയപാത അതോറിറ്റി പദ്ധതി നിർവഹണ വിഭാഗത്തിനും വാറണ്ട് അയക്കാൻ നിർദ്ദേശം. തൃശൂർ സ്വദേശി ജോർജ് തട്ടിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി MD-ക്കും എറണാകുളത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനും വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. പണികൾ പൂർത്തിയാക്കാത്ത റോഡിൽ യാത്ര ചെയ്തതിന് ടോൾ കൊടുക്കേണ്ടി വന്നുവെന്നും വിവരങ്ങൾ തെളിയാത്ത രസീതി നൽകിയെന്നും ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ
10,000 രൂപ നഷ്ടപരിഹാരം നൽകുവാനും ആവശ്യമായ വിവരങ്ങൾ അടങ്ങുന്ന തെളിച്ചമുള്ള ബില്ലുകൾ 1 മാസത്തിനുള്ളിൽ നൽകി തുടങ്ങണമെന്നുമായിരുന്നു വിധി. എന്നാൽ വിധി പ്രകാരമുള്ള നഷ്ടപരിഹാര തുക കമ്പനി ഇതുവരെ നൽകിയില്ല. കോടതി പറഞ്ഞ സമയപരിധിക്ക് ശേഷം ടോൾ നൽകി യാത്ര ചെയ്ത ജോർജിന് തെളിച്ചമില്ലാത്ത രസീത് തന്നെയാണ് ലഭിച്ചത്. ഇതോടെയാണ് ജോർജ് നടപടി ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തത്. ഉപഭോക്തൃ കോടതി വിധി ലംഘിക്കുന്നത് 3 വർഷം വരെ തടവിനും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാജരായി. വിദ്യാഭ്യാസം മനുഷ്യനെ വിനയാന്വിതനാക്കുമെന്നും നല്ല വിദ്യാഭ്യാസത്തിലൂടെ അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോലടി ചിന്മയ മിഷൻ കോളേജിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ചിന്മയാനന്ദ സ്വാമികളുടെ ദീർഘവീക്ഷണമാണ് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ദൈവിക ചിന്തകളിലൂടെയും ധാർമ്മിക മൂല്യത്തിലേക്ക് എത്തിക്കുവാൻ ഇടയാക്കിയതെന്നും ഗീതാവചനങ്ങൾ ആത്മീയ ടോണിക്കാണെന്നും ഗവർണർ പറഞ്ഞു. സുവർണ ജൂബിലിയുടെ ഭാഗമായി ചിന്മയ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകുന്ന കോളേജ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും പൂർവ്വ അധ്യാപകർക്കുള്ള സമാദരണവും വിദ്യാലയത്തിൽ പുതിയതായി തുടങ്ങുന്ന റോബോട്ടിക് ലാബിന്റെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ കേരള റീജിയണൽ മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി, ചിന്മയ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ബി വേണുഗോപാൽ, പ്രിൻസിപ്പൽ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും പൂർവ്വ വിദ്യാർത്ഥികളും സുവർണം ചിന്മയ എന്ന പേരിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. Thank you, Dr. Usha and Shri C. Thank you, Shri Jayaraj and Pujya Gurudev Swami Chinmayanand Ji was not only a profound scholar of Vedanta, but he had imbibed its spirit so deeply to radiate its brilliance across the globe, inspiring individuals to develop a chastity of mind and spirit by appreciating their own divinity and acknowledging the same divinity in other beings. The result was that people of diverse backgrounds കേച്ചേരി മഴുവഞ്ചേരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മഴുവഞ്ചേരി സ്വദേശി ബാഗപ്പാറയ്ക്കൽ വീട്ടിൽ ബിജുവിനാണ് വെട്ടേറ്റത്. ബിജുവും ആക്രമിച്ചവരും തമ്മിൽ നേരത്തെ വാക്കുതർക്കം നടന്നിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണമാണ് ബിജുവിനെ നേരെ ആക്രമണമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ ബിജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അനിൽ, വിനു എന്നിവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടൂൽ സ്വദേശി ചെമ്പത്തയ്യൽ വീട്ടിൽ ഹാഷിറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ആക്രമണം. പെരുമ്പിലാവ് സെന്ററിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. പിന്നീട് 2 കാറുകളിലായി എത്തിയ സംഘം സംഭവസ്ഥലത്ത് നിന്നിരുന്ന തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ഹാഷിർ പറഞ്ഞു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹാഷിറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊൽക്കത്തയിലെ മെഡിക്കൽ PG വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ തൃശൂരിലും പ്രതിഷേധം. കേരള മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ മാർച്ച് നടത്തി. പോസ്റ്റ് ഗ്രാജുവേഷൻ ഹൌസ് സർജൻസി ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ S. അജയ്കുമാർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. കേച്ചേരി മഴുവഞ്ചേരി സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികനായ കുന്നുകുളം കിഴൂർ സ്വദേശി പണിക്കവീട്ടിൽ ഷംസുദ്ദീൻ, ഭാര്യ ആമിനക്കുട്ടി, മകൻ ഷഫീഖ് എന്നിവരെ കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുന്നുകുളത്തേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. തോട്ടങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങിയിട്ടും തൃക്കൂരിലെ വാഴ കർഷകരുടെ ഉള്ളിലെ ആധി ഇറങ്ങിയില്ല. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കെടുപ്പിൽ 13.4 ഹെക്ടറിലെ 33,500ഓളം വാഴകളാണ് വെള്ളത്തിനടിയിലായത്. തോട്ടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും വാഴകളുടെ പിണ്ടികളിലെല്ലാം ചീച്ചൽ ബാധിച്ചു.
ഇനി വാഴക്കുലകൾ വലുതാകില്ലെന്നും വിളവെടുത്താലും വലിയ നഷ്ടം നേരിടുമെന്നും കർഷകർ പറയുന്നു. വിളവെടുക്കാനാകില്ലെന്നും വാഴക്കുലകൾ തോട്ടത്തിൽ തന്നെ വെട്ടിയിടേണ്ട സ്ഥിതിയാണെന്നുമാണ് കർഷകർ പറയുന്നത്. എനിക്ക് തന്നെ ഒരു 1000 വാഴയോളം ഇതിലൊരു 650 വാഴ ഒറ്റ പോയി, നഷ്ടമായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് കുലച്ച് പറഞ്ഞ ഒരു ഓണത്തിന് വെട്ടാനുള്ള കായായിരുന്നു. ഒരു 18 കിലോ 20 കിലോ കിട്ടുന്ന കായക്കൊലകളാണ് മുഴുവൻ വെള്ളം വന്ന് ഒടിഞ്ഞു പോയത്. കായക്കൊല വരെ വെള്ളം മുട്ടിപ്പോയി. 1 കോടി രൂപയെങ്കിലും നഷ്ടം ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയധികം വാഴ, 10,000 കണക്കിന് വാഴയാണ് ഈ ഭാഗത്ത് നശിച്ചു പോയേക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ഇത്രയധികം വെള്ളം വന്ന് കൃഷി നശിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പം നശിച്ചു പോയ വാഴകൾ ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇതിപ്പോൾ മാർക്കറ്റിൽ കൊടുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വെട്ടി നശിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കിട്ടുക. അടുത്ത വെള്ളം ഇറക്കേണ്ട സമയമായി തുടങ്ങി. അതാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഓണവിപണി ലക്ഷ്യമിട്ട് പണയപ്പെടുത്തിയും സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി നടത്തിയ 90 വാഴ കർഷകരാണ് പ്രതിസന്ധിയിലായത്. തൃക്കൂർ പാലത്തുപറമ്പിലെ വാഴത്തോട്ടങ്ങളിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇത്തവണ വെള്ളപ്പൊക്കം വരുത്തിവെച്ചത്. വാഴയ്ക്ക് പുറമെ 45 തെങ്ങ്, 150 ജാതിമരം, 60 കുരുമുളക്, 80 അടയ്ക്കാമരം എന്നിവയും വെള്ളക്കെട്ടിൽ നശിച്ചുവെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്ക്. കൃത്യമായ കണക്കുകൾ തയ്യാറാക്കി വരികയാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. കൃഷിയെ വെള്ളത്തിലാക്കിയത് പീച്ചി ഡാം അധികൃതരാണെന്നും ഇവർ ആരോപിച്ചു. പീച്ചി ഡാമിലെ അനാസ്ഥ മൂലം ഞങ്ങളുടെ കൃഷി കംപ്ലീറ്റ് നശിച്ചു. ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടം. എല്ലാ പണിയും കഴിഞ്ഞ് ഓണത്തിന് വേണ്ടി പാകായിക്കുന്ന കായാണ് 10-15,000 കൊല ഒരേ തോട്ടത്തിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാങ്കുകളിലത്തെ ലോണും അടയ്ക്കാനൊന്നും രക്ഷയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. 18-ലെ വെള്ളം വരെ വന്നിട്ട് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. ഗുരുവായൂർ ആനത്താവളത്തിൽ ഗജദിനം ആചരിച്ചു. ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ, ആനപഠന കേന്ദ്രവും കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് ദിനാചരണം നടത്തിയത്. മുതിർന്ന പാപ്പാന്മാരെ ആദരിക്കൽ, പാപ്പാന്മാർക്കുള്ള ബോധവൽക്കരണം, ആനയൂട്ട് എന്നിവ നടന്നു. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ KS അനിൽ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. IVA പ്രസിഡന്റ് ഡോക്ടർ N ഉഷാറാണി, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, ഡോക്ടർമാരായ PB ഗിരിദാസ്, PS രാജീവ്, ജോയ്, CP ജോർജ്, K വിവേക്, ചാരുജിത്ത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഗജദിനത്തിൽ തിരുവമ്പാടി ലക്ഷ്മിയെ ആദരിച്ചു. തിരുവമ്പാടി സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. രാമായണ മാസത്തോടനുബന്ധിച്ച് തൃശൂർ സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ റീജിയണൽ തിയേറ്ററിൽ രാമായണ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള രാമായണ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള വാത്മീകി പുരസ്കാരം കേരളത്തിന്റെ വാനമ്പാടി പത്മവിഭൂഷൺ KS ചിത്ര, രാമസംഗീതശ്രീ പുരസ്കാരം ഗായികയും കർണാടക സംഗീതജ്ഞയുമായ ഡോക്ടർ NJ നന്ദിനി, രാമായണ അവാർഡ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ബാലസാഹിത്യത്തിനുള്ള ലവകുശ അവാർഡ് സദാശിവകൃഷ്ണ എന്നിവർക്ക് PS ശ്രീധരൻപിള്ള സമ്മാനിച്ചു. രാമായണ ഫെസ്റ്റ് സ്വാഗത സംഘം ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ കൺവീനർ TS സേതുമാധവൻ, RSS സംസ്ഥാന കാര്യവാഹക് PN ഈശ്വരൻ, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ PG ആദിവാസി ഊരിലെ കാർത്തികേയനിയമ്മയ്ക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ നരേന്ദ്രനാഥ് അടികൾ ഓണപ്പുടവ കൈമാറി. സമ്മേളനാനന്തരം സംഗീതനിശ ചിത്രാഞ്ജലി അരങ്ങേറി. ഇക്കഴിഞ്ഞ ജൂലൈ 27-ന് ഈ രാമായണ മാസത്തിൽ പുണ്യമാസത്തിൽ തന്നെ പിറന്നാൾ ആഘോഷിച്ച ചിത്രചേച്ചി 10 ദിവസം മുൻപായിരുന്നു രാമസംഗീതശ്രീ പുരസ്കാരം സ്വീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണർ സമ്മാനിക്കുന്നു. പുരസ്കാരം ഔസേപ്പച്ചൻ മാഷിന് ബഹുമാനപ്പെട്ട ഗവർണർ സമ്മാനിക്കുന്നു. മാഷിന് സമർപ്പണയുടെ സ്നേഹാദരം. കുമാരി അനഘ രഞ്ജു. അടുത്തതായി കുമാരി സിജി ആദിലക്ഷ്മി. എത്തിയിട്ടില്ല, പകരം ശ്രീരാമ തത്വം ജനകീയവൽക്കരിക്കുക എന്നുള്ള ഈ ഒരു സംരംഭത്തിന് ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വാൽമീകി പുരസ്കാരത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് നാൾക്ക് ശേഷം ശ്രീധരൻപിള്ള സാറിനെ സ്റ്റേജിൽ ഒരു വേദിയിൽ കാണുന്നത് നല്ല വാക്കിൻ്റെ ശീലം ചൊല്ലുവാൻ നാവിനാകെ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ ജീവജാലങ്ങളൊക്കെയും ജന്മബന്ധുവാകണമേ ജാതിഭേദ രൂക്ഷമായ കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിലായ വീട്ടമ്മമാർ മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപറമ്പ് മാന്തുരുത്തി കടവ് നിവാസികളാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. 60ഓളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസിലെത്തിയത്. ഒരു വർഷത്തോളമായി ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണം ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് വെള്ളമെത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റിയോ ദേശീയപാത കരാർ കമ്പനിയോ പൈപ്പ് നന്നാക്കാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രശ്നം. പലതവണ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ വാട്ടർ അതോറിറ്റി അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതായതോടെയാണ് നാട്ടുകാർ ഒന്നടങ്കം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിൽ സംസാരിക്കാനായി കയറിയ നാട്ടുകാർ ഉദ്യോഗസ്ഥയുമായി തർക്കമാകുമെന്ന് കണ്ടതോടെ മതിലകം എസ്ഐ രമ്യ കാർത്തികേയൻ നാട്ടുകാരെ പുറത്തേക്കിറക്കി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനി അധികൃതരെയും വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന എസ്ഐയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഉപരോധ സമരം അവസാനിപ്പിച്ചത്. TCV കയ്പമംഗലം. അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് അറസ്റ്റ് ചെയ്തു. കൊടകര മനക്കുളങ്ങര സ്വദേശി കോച്ചേരി വീട്ടിൽ സിജോ ദേവസിയെയാണ് ഇരിങ്ങാലക്കുട റേഞ്ച് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നെടുമ്പാളിൽ നിന്നും പിടികൂടിയത്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 12 ലിറ്റർ വിദേശ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു. വൈകിയെത്തിയ റംബൂട്ടാൻ രുചിഭേദത്തിന്റെ നിറപ്പകിട്ടിലാണ് അതിരപ്പള്ളി വഴിയോരം. കാലം തെറ്റി കായ്ഫലമായ അതിരപ്പള്ളി ബ്രാൻഡിന് ഇപ്പോഴും ആവശ്യക്കാരുണ്ട്. കാലാവസ്ഥയുടെ ചതിയിൽ ഏറെ വൈകിയാണ് റംബൂട്ടാൻ പഴങ്ങൾ മരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. മേനിയഴകിൽ മികവില്ലായ്മയും എണ്ണക്കുറവും വിപണിയെ ആടിയുലച്ചു. നിപ്പ ഭീതി ഇക്കുറിയും വെല്ലുവിളിയായി. എല്ലാ നിലയിലും കേരളത്തിലെ ഏറ്റവും മികച്ച റംബൂട്ടാൻ വിളവ് കേന്ദ്രമായ ചാലക്കുടിയിലെ പരിയാരത്തിന് ഈ മേഖലയിൽ വിട്ടുമാറാത്ത ശനിദശ തന്നെ. പ്രതികൂല കാലാവസ്ഥയിൽ വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതും വിൽപ്പനയെ ബാധിച്ചു. ചുവപ്പ് പഴങ്ങളാണ് കൂടുതലും. സാധാരണ മഞ്ഞയും നാടനും ധാരാളം കച്ചവടത്തിനെത്താറുണ്ട്. 4 വർഷമായി ഇടനിലക്കാരെ ഒഴിവാക്കിയാണ് കച്ചവടം. 100 മുതൽ 150 രൂപ വരെയുള്ള വിലയിൽ തോട്ടങ്ങളിൽ നിന്നും മൊത്തമായി വാങ്ങുന്ന ഇടനിലക്കാർക്ക് പുറം വിപണി ഇക്കാലമത്രയും ചാകരയായിരുന്നു. ഇപ്പോൾ കഥ മാറി. നാട്ടിലെ ചെറുകിട വിൽപ്പനക്കാർക്ക് വിൽക്കുമ്പോൾ തോട്ടമുടമകൾക്ക് 220 രൂപ വരെ ലഭിക്കും. ഒന്നാന്തരം കായ്കൾ കിലോ 250 രൂപയ്ക്കാണ് വിൽപ്പന. നിറമങ്ങിയവ രൂപ 200-നും ലഭിക്കും. വാട്ടമില്ലാത്ത പഴങ്ങൾ രുചിയോടെ ആളുകളുടെ കയ്യിലെത്തുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. TCV ന്യൂസ്, ചാലക്കുടി. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര യുവജന ദിനാചരണം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, 23 കേരള കമാൻഡിംഗ് ഓഫീസർ VP പ്രകാശ്, DMO ഡോക്ടർ TP ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുൻപായി വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ടൗൺ ഹാളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്ത വാക്കത്തോൺ നടന്നു. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ സഞ്ചരിക്കുന്ന HIV എയ്ഡ്സ് ബോധവൽക്കരണ വാനിന്റെ ഫ്ളാഗ് ഓഫ് തൃശൂർ DIG അജിത ബീഗം നിർവഹിച്ചു. തുടർന്ന് വിവിധ കോളേജുകളും സംഘടനകളും അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി.
അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാരത്തിന് കൈത്താങ്ങ് എന്ന നിലയിൽ നിർമ്മാണം തുടങ്ങിവെച്ച KTDCയുടെ യാത്രീ നിവാസ് എങ്ങുമെത്താത്ത നിലയിൽ. അതിരപ്പള്ളി എസ്കർവിന് സമീപത്തെ KTDCയുടെ 5 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് മുടന്തി നീങ്ങുന്നത്. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതാണ് കാരണമായി കരാറുകാർ ചൂണ്ടിക്കാട്ടുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ വകുപ്പ് മന്ത്രിയായിരിക്കെ 2017 10 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച 5 നില കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത്. ആദ്യഘട്ടത്തിൽ ഇതിന് 5 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ 2018 പ്രളയം നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചു. ഇന്റീരിയർ പ്രവൃത്തി, ലിഫ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന 2ാം ഘട്ട നിർമ്മാണത്തിന് 2022 5 കോടി രൂപ കൂടി അനുവദിച്ചത്. പെയിന്റിംഗ്, ഫർണിഷിംഗ് എന്നിവ ഉൾപ്പെടുന്ന 3ാം ഘട്ട നിർമ്മാണത്തിന് ഇനിയും 3 കോടി രൂപ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ട്രഷറി പ്രശ്നത്തിൽ കുടുങ്ങി അനുവദിച്ചതിൽ 3 കോടി രൂപ ഇനിയും കരാറുകാരായ സിൽക്കിന് വന്നു ചേർന്നിട്ടുമില്ല. അതിരപ്പള്ളിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ കുറഞ്ഞ ചിലവിൽ മുറികൾ ലഭ്യമാക്കുന്നതാണ് യാത്രീ നിവാസിന്റെ പ്രത്യേകത. പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എത്രയും വേഗം കെട്ടിട പൂർത്തീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. TCV ചാലക്കുടി. വടക്കാഞ്ചേരി തെക്കുംകര മേഖലകളിലെ വന്യമൃഗശല്യം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. വടക്കാഞ്ചേരി തെക്കുംകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ, DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ, DCC സെക്രട്ടറി PJ രാജു, മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന മിഡി ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ്, നഴ്സിംഗ് ഓഫീസർമാരുടെ സേവനം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള രോഗികൾക്ക് വരെ ഏറ്റവും ആശ്വാസം നൽകുന്നതാണെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. ഓൾ കേരള MLSP അസോസിയേഷൻ തൃശൂരിന്റെ പ്രഥമ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AKM LSPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് ലേഖ അനീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M. അജിത്, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, INTUC വൈസ് പ്രസിഡന്റ് K. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബോഷ് അപ്ലയൻസസിന്റെ ഏറ്റവും മികച്ച ഡീലർക്കുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്. കേരളത്തിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിൽപ്പന സേവന രംഗത്ത് 35 വർഷത്തെ സുസ്ഥിരമായ സേവന പാരമ്പര്യവുമുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തുടർച്ചയായ 14ാം വർഷവും ബോഷ് ആൻഡ് സീമൻസിന്റെ മുഖ്യ അവാർഡുകൾ മുഴുവൻ കരസ്ഥമാക്കി. ബോഷ് അപ്ലയൻസസിന്റെ അർബൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവാർഡ്, അർബൻ ഗോൾഡ് അവാർഡ്, അർബൻ ബ്രോൺസ് അവാർഡ്, നോൺ മെട്രോ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവാർഡ്, നോൺ മെട്രോ ഗോൾഡ് അവാർഡ്, ബിസിനസ് കൺസിസ്റ്റൻസി അവാർഡ് എന്നിവ നേടി പുരസ്കാര വേദിയിൽ വീണ്ടും തങ്ങളുടെ തുടർച്ചയായ ആധിപത്യം തെളിയിച്ചു. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ബോഷ് CEO മുഹമ്മദ് സൈഫുള്ള ഖാനിൽ നിന്നും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ, മാനേജിംഗ് പാർട്ണർ KV അജിതൻ, എക്സിക്യൂട്ടീവ് പാർട്ണർ KV ശ്രീരാഗ് എന്നിവർ ചേർന്ന അവാർഡുകൾ ഏറ്റുവാങ്ങി. കേരള സ്റ്റേറ്റ് യൂത്ത് മെൻസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിൽ നിന്നും റിച്ചാർഡ് ജെബ്സൺ വെള്ളി മെഡൽ കരസ്ഥമാക്കി. കേരള സ്റ്റേറ്റ് GST അഡീഷണൽ കമ്മീഷണറും മുൻ ബോക്സിംഗ് നാഷണൽ താരവുമായ KJ ജെബ്സന്റെയും ചേറ്റുപുഴ ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് റെജീന ജെബ്സന്റെയും മകനാണ് റിച്ചാർഡ് ജെബ്സൺ. ദിനീപ് ദിവാകരനാണ് ബോക്സിംഗ് കോച്ച്. തൃശൂർ ചെമ്പുക്കാവ് സേക്രഡ് ഹാർട്ട് ചർച്ചിലെ വിശ്വാസ പരിശീലന ദിനാഘോഷവും ബിരുദദാന ചടങ്ങും വിപുലമായ പരിപാടികളോടെ നടന്നു. ഹോളി ഫാമിലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. 15 വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ ബിരുദദാനവും അദ്ദേഹം നിർവഹിച്ചു. വിശ്വാസ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുട്ടിക്കൂട്ടായ്മയുടെ ലോഗോയും 2023-24 കാലയളവിലെ ബുക്ക് റിവ്യൂ, സർഗവേദി എന്നിവയുടെ പ്രകാശനവും നടന്നു. പള്ളി വികാരി ഫാദർ ജോയ് അടമ്പുകുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിശ്വാസ പരിശീലനം സെക്രട്ടറി ഏഞ്ചല ചെറി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിശ്വാസ പരിശീലനം പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ്, മരീന കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസ് പോൾ, PTA പ്രസിഡന്റ് സന്തോഷ് ചാലക്കൽ,
ഇടവക ട്രസ്റ്റി റാഫി പുലിക്കോട്ടിൽ, സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ്, ബ്രദർ തേജസ് മാത്യു, സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് ആൻ മരിയ ആന്റോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ഡാൻസ്, മാർഗംകളി അടക്കമുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ദേശമംഗലം തലശ്ശേരിയിൽ ചെരുവിൽ പിടിയിൽ ഹംസയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഹംസയുടെ വീട്ടിലെ എല്ലാവർക്കും വൃക്ക സംബന്ധമായ അസുഖങ്ങളാണ്. ഹംസയുടെ പിതാവ് മൂസ വർഷങ്ങൾക്ക് മുൻപ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. സഹോദരൻ താഹിറിന്റെ കിഡ്നി കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ച് ഒരിക്കൽ മാറ്റിവെച്ചു. ജ്യേഷ്ഠൻ അലി ക്യാൻസർ ബാധിച്ച് മരിച്ചു. അബുദാബിയിൽ ജോലിയിൽ തുടരുമ്പോഴാണ് ഹംസയ്ക്ക് ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ചത്. 9 ദിവസം ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവർക്കുണ്ടായ ദുർവിധി ഹംസയെയും തേടിയെത്തി എന്നറിഞ്ഞത്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. ജീവൻ നിലനിർത്താൻ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയോളം ചെലവ് വരും. ഹംസയുടെ കുടുംബവും വലിയൊരു പ്രതിസന്ധിയിലാണ്. ഈ കുടുംബത്തിലെ എല്ലാവർക്കും കിഡ്നി സംബന്ധമായ ഒരു അസുഖം മൂലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ടൊരു കിടപ്പാടവും പോലും ഇല്ലാതെ ചെറിയ 3 പെഞ്ച് കുഞ്ഞുങ്ങൾ മാത്രമായി ഒരു നിത്യതൊഴിലെടുത്ത് കുടുംബത്തിന്റെ ജീവിതവും ബാക്കി കാര്യങ്ങളും പുലർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഹംസയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തീരാവേദന വന്നത്. ഹംസയുടെ മറ്റു ജ്യേഷ്ഠാനുജന്മാരും നിലവിൽ ഇതേ ഒരു അസുഖവുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഹംസയുടെ ചികിത്സയും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഹംസയെ സഹായിക്കാൻ MP കെ രാധാകൃഷ്ണൻ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് എന്നിവർ രക്ഷാധികാരികളായി ഹംസ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആറങ്ങോട്ടുകര ബ്രാഞ്ചിലുള്ള 403101113921 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ചെറുതുരുത്തി. 3 പീടികയിൽ നടന്ന 31ാമത് ജില്ലാ സാഹിത്യോത്സവം സമാപിച്ചു. ജില്ലാ സാഹിത്യോത്സവിൽ 674 പോയിന്റ് നേടി തൃശൂർ ഡിവിഷനും വടക്കാഞ്ചേരി ഡിവിഷനും 1ാം സ്ഥാനം പങ്കിട്ടു. 598 പോയിന്റുകൾ നേടി കയ്പമംഗലം ഡിവിഷൻ 2ാം സ്ഥാനവും 581 പോയിന്റുകളോടെ ചാവക്കാട് ഡിവിഷൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാമ്പസ് വിഭാഗത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 1ാം സ്ഥാനവും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 2ാം സ്ഥാനവും തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് 3ാം സ്ഥാനവും നേടി. സർഗപ്രതിഭയായി NA മുഹമ്മദ് ഉനൈസിനെയും കലാപ്രതിഭയായി തൃശൂർ മുഹമ്മദ് അജ്സലിനെയും തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി എറിയാട് അധ്യക്ഷത വഹിച്ചു. SSF സംസ്ഥാന സെക്രട്ടറി ഇല്യാസ് സഖാഫി കൂമണ്ണ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം PSK മൊയ്തു ബാഖവി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ അൽ ഐദറൂസി, PMS തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6450 രൂപ, പവന് 51,600 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3241 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. പുലിക്കളി നടത്തുന്നില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്ന് പുലിക്കളി സംഘങ്ങൾ. പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. പഞ്ചായത്ത് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും തമ്മിലാണ് സംഘർഷമുണ്ടായത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിൽ നിഷേധം സംബന്ധിച്ച് പരാതി അറിയിക്കുവാൻ എത്തിയപ്പോഴായിരുന്നു തർക്കം. ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന 124 കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരമാണ് ഏറ്റെടുത്തത്. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയ്ക്കകം പണികൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ കരാറുകാർക്ക് നിർദ്ദേശം നൽകി.
ചെറുതുരുത്തി കൊറ്റമ്പത്തൂരിൽ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂരിൽ ബെഡ് ഹീറ്ററിൽ നിന്നും തീ പടർന്ന് കിടപ്പുമുറിയിലേക്ക് തീപിടിച്ചു. 3 കിടക്കുകളും AC-യും കത്തി നശിച്ചു. ആളപായമില്ല. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്ന പാലിയേക്കര ടോൾ പ്ലാസ മാനേജിംഗ് ഡയറക്ടർക്കും ദേശീയപാത അതോറിറ്റി പദ്ധതി നിർവഹണ വിഭാഗത്തിനും വാറണ്ട് അയക്കാൻ നിർദ്ദേശം. പണികൾ പൂർത്തിയാക്കാത്ത റോഡിൽ യാത്ര ചെയ്തതിന് ടോൾ നൽകേണ്ടി വന്നുവെന്ന് കാണിച്ച് ഫയൽ ചെയ്ത ഹർജിയിലാണ് നടപടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.